നിങ്ങൾക്ക് സ്വന്തമായി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? എങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അതിനാവശ്യമായി വരിക എന്ന് നോക്കിയാലോ? ആദ്യമായി നിങ്ങൾ എന്ത് ടൈപ്പ് ഓഫ് ബിസിനസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് ആലോചിക്കുക. അതായത് നിങ്ങൾക്കൊരു മാനുഫാക്ചറർ ആകാം, അതുമല്ലെങ്കിൽ ഒരു ട്രേഡർ ആകാം, അതുമല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡർ ആകാം. അതായത് നിങ്ങൾ സ്വന്തമായി ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്ത് മാനുഫാക്ചർ ചെയ്ത് സെല്ല് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു ക്ലോത്ത് ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് സെല്ല് ചെയ്യുന്ന ഒരാളാകാം, അല്ലെങ്കിൽ പോട്ട്സ് മേക്ക് ചെയ്ത് സെല്ല് ചെയ്യുന്ന ഒരാളാവാം. ഇനി അതൊന്നും അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫുഡ് ബിസിനസ് ചെയ്യുന്ന ഒരാളുമാകാം. അങ്ങനെയെങ്കിൽ നിങ്ങളൊരു മാനുഫാക്ചർ കാറ്റഗറിയിൽ പെടുന്നു. ഇനി അതല്ല, നിങ്ങളൊരു സർവീസ് പ്രൊവൈഡർ ആകാം. ഏതെങ്കിലുമൊക്കെ പ്രൊഫഷണൽ സർവീസുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ആർക്കിടെക്ചറൽ സർവീസ്, അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റ് സർവീസ്, അങ്ങനെ ഏതെങ്കിലും ഒരു സർവീസാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു. ഇനി നിങ്ങൾക്കൊരു ട്രേഡർ ആകാം, അതായത് ഒരു ഹോൾസെയിൽ സെല്ലറിൽ നിന്നും സാധനങ്ങൾ വാങ്ങി റീറ്റെയിലായി സെല്ല് ചെയ്യുന്ന ഒരു ട്രേഡർ. ഇനി എന്തൊക്കെ രജിസ്ട്രേഷൻസ് ആണ് നിലവിലുള്ളതെന്ന് നോക്കാം. നിങ്ങൾക്ക് സ്വന്തമായി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മുനിസിപ്പൽ ലൈസൻസോ പഞ്ചായത്ത് ലൈസൻസോ എടുക്കാവുന്നതാണ്. അതായത് മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിലോ എവിടെയാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത്, ഓഫ്ലൈനോ ഓൺലൈനോ എന്തുമാകട്ടെ, എവിടെയാണ് ആ ബിസിനസ് പ്ലേസ് സിറ്റുവേറ്റഡ് ആയിട്ടിരിക്കുന്നത് അതിന് ആവശ്യമായ ലൈസൻസാണ് മുനിസിപ്പൽ അല്ലെങ്കിൽ പഞ്ചായത്ത് ലൈസൻസ്. ഇനിയും സ്മോൾ ടു മീഡിയം ബിസിനസ്സുകളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് രജിസ്ട്രേഷനായ MSME എടുക്കാവുന്നതാണ്. ഫുഡ് ബിസിനസ്സാണ് നിങ്ങളുടെ ചോയ്സ് എങ്കിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി രജിസ്ട്രേഷനായ FSSAI എടുക്കാവുന്നതാണ്. കുറച്ചുകൂടി വിപുലമായ പ്ലാൻസ് ആണെങ്കിൽ, ടേൺ ഓവർ ലിമിറ്റ് കുറച്ചും കൂടി ഹയർ ആണെങ്കിൽ നിങ്ങൾക്ക് GST രജിസ്ട്രേഷൻ എടുക്കാം. മാനുഫാക്ചറിങ് ആൻഡ് സർവീസ് സെക്ടർ മാത്രമാണ് ഫോക്കസ് എങ്കിൽ KSFT ലൈസൻസ് എടുക്കാം. എക്സ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രോഡക്ട്സ് എങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസും എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അഡ്രസ് പ്രൂഫിനായി എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊടുക്കണമെന്ന് നോക്കാം. നിങ്ങൾ ഓൺ ബിസിനസ്സാണ്, നിങ്ങളുടെ സ്വന്തം പേരിലാണ് തുടങ്ങുന്നത് ബിസിനസ് എങ്കിൽ നിങ്ങളുടെ ഇൻഡിവിജ്വൽ പാൻ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതല്ല, ഒരു ട്രേഡ് നെയിമിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിന് ഒരു പാൻ എടുത്തിട്ട് അത് അഡ്രസ് പ്രൂഫായി കൊടുക്കാവുന്നതാണ്. ആധാറും അഡ്രസ് പ്രൂഫായി സ്വീകരിക്കും. ഇനി ഒരു റെൻറ്റഡ് ബിൽഡിങ്ങിലാണെങ്കിൽ റെൻറ്റ് എഗ്രിമെൻറ്റും, സ്വന്തം ബിൽഡിങ്ങിലാണ് തുടങ്ങുന്നതെങ്കിൽ യൂട്ടിലിറ്റി ബില്ലോ ലാൻഡ് ടാക്സ് അടച്ച റെസിപ്റ്റോ കൊടുക്കാവുന്നതാണ്. ഇനി അത്യാവശ്യമായ ഒരു ഘടകമാണ് ബാങ്ക് അക്കൗണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബാങ്കിൽ ഒരു കറണ്ട് അക്കൗണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയി വേണ്ട വേറൊരു ഡോക്യുമെൻറ്റ്. നിങ്ങൾക്ക് രജിസ്ട്രേഷൻ സംബന്ധിച്ചുള്ള കൂടുതൽ ഡൗട്ട്സിനോ രജിസ്ട്രേഷൻ അസിസ്റ്റൻസിനോ എപ്പോൾ വേണമെങ്കിലും ടാക്സ് ഫ്രണ്ട്സിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.